പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് മൾട്ടി സ്റ്റേജ് പമ്പുകൾ, ഇത് എവിടെയാണ് യൂസ് ചെയ്യുക, മിസ്റ്റ്, ഫോഗ്, ഹെഡ് കൂടുതലുള്ള സൈറ്റുകളിലേക്ക് ഹയർ HP പോകണം എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവരും ചെയ്യുന്നത്. അത് മിനിമം ഹെഡ് കീപ്പ് ചെയ്തതിന് പെട്ടെന്ന് ഹീറ്റ് ആവാനും പെട്ടെന്ന് കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ മൾട്ടി സ്റ്റേജ് പമ്പുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മൾട്ടി സ്റ്റേജ് പമ്പുകൾ പലർക്കും അറിയായിരിക്കും, എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി എന്ന് കരുതുക. നമ്മൾ മൾട്ടി സ്റ്റേജ് പമ്പുകൾ എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്നും അതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണ്, ഇതെവിടെയാണ് യൂസ് ചെയ്യുക, ഏതൊക്കെ സൈറ്റുകളിലാണ് നമുക്കിത് ആപ്ലിക്കബിൾ ആയിട്ട് വരിക, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. മെയിനായിട്ട് ഈ പമ്പുകളെല്ലാം യൂസ് ചെയ്യുന്നത് ഹൈ ഹെഡ് ആപ്ലിക്കേഷനുകൾക്ക് തന്നെയാണ്. എല്ലാ മൾട്ടി സ്റ്റേജ് പമ്പുകളും സാധാരണ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വൈഡ് ആയിട്ടുള്ളൊരു ഹെഡ് റേഞ്ച് ഉള്ള പമ്പാണ്. അതായത് മിനിമം ഹെഡ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 1.5 HP ഡെക്കാൻ്റെ എക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മിനിമം 8 മുതൽ മാക്സിമം നമുക്ക് 52 മീറ്റർ വരെ ഹെഡ് കിട്ടുന്ന ഒരു പമ്പാണ്. അപ്പോൾ ആ ഒരു വൈഡ് റേഞ്ചിൽ നിന്ന് തൊട്ടടുത്ത് അടിച്ചതുകൊണ്ടോ അതിൻ്റെ ഒരു മീഡിയം റേഞ്ചിലോ മാക്സിമത്തിലോ ഉപയോഗിച്ചുകൊണ്ട് മോട്ടർ ഹീറ്റ് ആവാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മോട്ടറിന് വരില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക നമുക്ക് പ്രഷർ ബൂസ്റ്റർ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യാം, ഹൈ ഹെഡ് ആപ്ലിക്കേഷനുകൾക്ക് യൂസ് ചെയ്യാം, മിസ്റ്റ് പോലെയുള്ള ഹൈ പ്രഷർ വേണ്ട മിസ്റ്റ്, ഫോഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ യൂസ് ചെയ്യാൻ പറ്റും, വെള്ളം സർക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഒരു മിനിമം ഡിസ്ചാർജ് നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂഗൽ സിംഗിൾ ഇമ്പലർ പമ്പുകൾ പോലെ ഡിസ്ചാർജ് ഉണ്ടാവില്ലെങ്കിൽ പോലും അത്യാവശ്യം ഡിസ്ചാർജും ഉണ്ട്, എന്നാൽ ഹൈ പ്രഷറും ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഹൈ പ്രഷർ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കാർ വാഷിംഗ് പോലെയുള്ള പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഹൈ പ്രഷർ വേണ്ട എന്ത് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിനി നമ്മുടെ കയ്യിലുള്ള ഈ എക്കി ബ്രാൻഡിൻ്റെ ഹൊറിസോണ്ടൽ പമ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മൾ എക്കിയുടെ മോഡൽ 1.5 HP എടുത്തേക്കുന്നത്. ഇത് ഹാഫ് HP വരുന്നുണ്ട്, 1 HP വരുന്നുണ്ട്, 1.5 HP, 2 HP വരെയാണ് സിംഗിൾ ഫേസിൽ വരുന്നത്. 3 ഫേസിൽ ഇതേപോലത്തെയുള്ള മോഡലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹൊറിസോണ്ടൽ സ്റ്റേജ് പമ്പുകൾക്ക് പകരം വെർട്ടിക്കൽ സ്റ്റേജ് പമ്പുകളാണ് കൂടുതലായിട്ടും 3 ഫേസിൽ വരുന്നത്. അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോയിലറിൻ്റെ ഫീഡർ പമ്പുകളായിട്ടും ഇതേപോലെ തന്നെ സർക്കുലേഷൻ പർപ്പസിനും ഹൈ ഹെഡ് ആപ്ലിക്കേഷൻ, ഹൈ പ്രഷർ വേണ്ട കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ അതേപോലത്തെ പമ്പുകളും യൂസ് ചെയ്യാറ്. ഈ ഹൊറിസോണ്ടൽ സ്റ്റേജ് പമ്പുകൾ സാധാരണ സിംഗിൾ ഫേസിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇനി നമ്മൾ എടുത്തേക്കുന്ന ഈ സ്പെസിഫിക് മോഡലിൻ്റെ ഹെഡ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മീറ്റർ മുതൽ 52 മീറ്റർ വരെ, അതായത് മിനിമം ഹെഡ് വെറും 3 മീറ്റർ മുതൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ മീറ്ററിൽ നമുക്കൊരു മണിക്കൂറിൽ 9600 ലിറ്റർ വെള്ളവും, മാക്സിമം ഹെഡായ 52 മീറ്ററിൽ നമുക്ക് 1200 ലിറ്റർ പെർ അവറും, ഒരു മണിക്കൂറിൽ 1200 ലിറ്ററുമാണ് അതിൻ്റെ ഡിസ്ചാർജ് വരുന്നത്. എപ്പോഴും നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് കൂടുതൽ ഹെഡ് വരാൻ നേരത്ത് എപ്പോഴും സെലക്ഷൻ ചെയ്യുന്നത് കൂടുതൽ HP ആണ്. അതായത് എപ്പോഴും പെട്ടെന്ന് ഹെഡ് കൂടുതലുള്ള സൈറ്റുകളിലേക്ക് കൂടുതൽ ഹയർ HP പോകണം എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് 1 HP ഒരു പമ്പ് നോക്കിയാൽ ഇതിന് 35 മീറ്റർ വരെ ഹെഡ് വരുന്നുണ്ട്. ഇപ്പോൾ 1.5 HP നമ്മൾ നോക്കിയെടുത്ത് 52 മീറ്റർ വരെ ഹെഡ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു 30, 40, 50 മീറ്റർ ഹെഡ് വരുന്ന സൈറ്റുകളിലേക്ക് നമ്മളൊരു 2 HP അല്ലെങ്കിൽ ഹയർ HP പോകുന്നതിന് പകരം നമുക്ക് ഇതേ 1.5 HP അല്ലെങ്കിൽ 1 HP നിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു സെലക്ഷൻ പോസിബിളാണ്. നമുക്ക് ഒരുപാട് കറണ്ട് ലാഭം ഉണ്ടാക്കും. അനാവശ്യമായിട്ടുള്ള ഈ കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം HP കുറവിൽ മാക്സിമം ഹെഡ് എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. മൾട്ടി സ്റ്റേജ് ആണെങ്കിൽ പോലും ഒരു സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാക്സിമം ഒരു 7.5-8 മീറ്റർ വരെയാണ് ഇതിൻ്റെ സെക്ഷൻ പൈപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെക്ഷൻ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞ ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് എത്ര ആഴമുള്ള കിണറുകളിൽ നിന്നും വാട്ടർ സോഴ്സുകളിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 7.5 മീറ്ററിൽ വരെ ലിമിറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റേജിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് ചെളിയോ മണലോ അങ്ങനെയുള്ള സൈറ്റുകളിൽ വരാൻ നേരത്തെ ഇത് പെട്ടെന്ന് ഇമ്പലർ ക്ലോഗ് ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ സൈറ്റിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ പോലും അത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. ശരിക്കും നമ്മുടെ ഈ പറയുന്ന റേഞ്ച് പമ്പുകളെല്ലാം ക്ലിയർ വാട്ടർ പർപ്പസിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പലരും ഇത് പല പർപ്പസുകൾക്കായിട്ട് മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കൺസേൺ കറണ്ട് കൺസപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാ മൾട്ടി സ്റ്റേജ് പമ്പുകളും നമ്മുടെ സാധാരണ സിംഗിൾ ഇമ്പലറുള്ള സെൻട്രിഫ്യൂഗൽ പമ്പുകളെക്കാളും കറണ്ട് കൺസപ്ഷൻ കുറവുള്ളവയാണ്. അതായത് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം കൺസപ്ഷനായിട്ട് ഇതിൻ്റെ നെയിം പ്ലേറ്റിൽ കൊടുത്തേക്കുന്ന 6 ആമ്പിയർ മാത്രമേ ഉള്ളൂ. മറിച്ച് നമ്മളൊരു 1.5 HP ഒരു സാധാരണ മോണോബ്ലോക്ക് പമ്പ് എടുത്തു കഴിഞ്ഞാൽ 7 ആമ്പിയർ 8 ആമ്പിയർ വരെയൊക്കെ അതിൻ്റെ നെയിം പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ താരതമ്യേന സാധാരണ പമ്പുകളേക്കാൾ കൺസപ്ഷൻ കുറവായിട്ടാണ് നമ്മുടെ മൾട്ടി സ്റ്റേജ് പമ്പുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിലും നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് അതേപോലെ കൺസപ്ഷൻ കുറവുള്ള പമ്പുകൾ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പെട്ടെന്നൊന്ന് സമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്, നമുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഹെഡ് റേഞ്ച് അധികമായതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത് യൂസ് ചെയ്താലോ ഒരു മീഡിയം റേഞ്ചിൽ യൂസ് ചെയ്താലോ മാക്സിമം ഹെഡിലേക്ക് വന്നാൽ പോലും അതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെയല്ല നമ്മുടെ സാധാരണ സിംഗിൾ ഇമ്പലറുള്ള പമ്പ് അത് മിനിമം ഹെഡ് കീപ്പ് ചെയ്തതിന് പെട്ടെന്ന് ഹീറ്റ് ആവാനും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഹൈ പ്രഷറും ഹൈ ഹെഡും ആവശ്യം വരുന്ന സൈറ്റുകളിൽ ഈസി ആയിട്ട് ഈ പമ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഡീമെറിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാവുന്ന ഇതിൽ ചെളിയോ മറ്റു കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെയുള്ള സൈറ്റുകളിലല്ല ഇത് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മാക്സിമം 7.5 മീറ്റർ അല്ലെങ്കിൽ 8 മീറ്റർ സെക്ഷൻ കിട്ടുകയുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. മറ്റെന്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈ ഹെഡ് ആപ്ലിക്കേഷൻസിനും ഹൈ ഹെഡ് സൈറ്റുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ പമ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആവറേജ് ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 1 HP നമുക്കൊരു 10,000 രൂപ, 1.5 HP ഒരു 12,000 13,000 ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിലാണ് നമ്മുടെ എക്കി ബ്രാൻഡിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എന്നാൽ ഇതിലും കുറഞ്ഞ ബ്രാൻഡുകൾ വരുന്നുണ്ട്. കാരണം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനാണ് വരുന്നത്. ഇതിൻ്റെ ഇമ്പലറെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇനി അതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ മറ്റൊരു മെറ്റീരിയലായ നൊറൈൽ ഇമ്പലർ വരുന്ന പമ്പുകളിൽ താരതമ്യേന വിലക്കുറവും കണ്ടിട്ടുണ്ട്. ഇനി ഇതിലും വില കൂടിയ ബ്രാൻഡുകളും പലതും വരുന്നുണ്ട്. അപ്പോൾ ഒരു ആവറേജ് പ്രൈസ് റേഞ്ച് നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 തൊട്ട് നല്ലൊരു റേഞ്ച് സ്റ്റാർട്ടിംഗ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്